ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണുകൾ കയ്യിലില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഫോണുകളുടെ എണ്ണം കൂടുന്നതിനോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളും കൂടുന്നുണ്ട്. ആളുകൾ ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫോൺ ഉപയോഗിച്ച് വേണ്ടാത്ത പല കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ സുരക്ഷിതമാക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ഒരു സെൽഫി എടുത്ത് നിങ്ങൾക്ക് മെയിൽ ചെയ്യും. അതാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ഈ പേജും ലൈക്ക് ചെയ്യുക. രണ്ട് പേജുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷന്റെ പേര് ക്രൂ ക്യാച്ചർ എന്നാണ്. ഈ ആപ്ലിക്കേഷന് 500,000 ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 4.5 റേറ്റിംഗ് ഉണ്ട്. 30,000 ആളുകൾ ഇത് റേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഓപ്പൺ ചെയ്യുക. വെൽക്കം ടു ക്രൂ ക്യാച്ചർ. അതിനുശേഷം ഇവിടെ ഒരു ആരോ ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് ഏറ്റവും താഴെ ആക്ടിവേറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി. അതിനുശേഷം ഇതിന് താഴെയായിട്ട് നെക്സ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അറ്റംപ്റ്റ്സ് ലിമിറ്റ്, എത്ര പ്രാവശ്യം തെറ്റായിട്ടുള്ള ഫെയിൽഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 1 അറ്റംപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇമെയിൽ അലർട്ട് അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് ആക്ടിവേറ്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒതൻറ്റിക്കേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു ലിസ്റ്റ് വന്നു. ഇതിൽ നിന്നും എനിക്ക് വേണ്ട ഒരു അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും കണക്റ്റിംഗ് ഗൂഗിൾ എന്നെഴുതി വന്നു. ഇമെയിൽ അലർട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ട്രൈ ഇറ്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോൺ ലോക്കായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷനാണിത്. ഇവിടെ ഒന്ന് ഞാൻ തെറ്റായിട്ടുള്ള ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. നോക്കുക, തെറ്റായിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തു. 3 പ്രാവശ്യം ഞാൻ തെറ്റായിട്ടുള്ള പാറ്റേൺ കൊടുത്തു. അതിനുശേഷം ഞാൻ കറക്റ്റ് പാറ്റേൺ കൊടുത്ത് ഓപ്പൺ ആക്കിയാണ്. ഞാൻ 3 പ്രാവശ്യം ഇപ്പോൾ ഫെയിൽഡ് അറ്റംപ്റ്റ് നടത്തി. ഇനി ഞാൻ എൻ്റെ ഇമെയിൽ ID ഒന്ന് ഓപ്പൺ ആക്കിയാണ്. യെസ്, ഇമെയിൽ ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അലർട്ട് ക്രൂ ക്യാച്ചർ. അതായത് ക്രൂ ക്യാച്ചർ എന്ന് പറയുന്ന നമ്മളുടെ ആപ്ലിക്കേഷനിൽ നിന്നും 3 മെയിലുകൾ വന്നിട്ടുണ്ട്. ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയതിൻ്റെ 3 മെയിലുകൾ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ ഒന്നും ആദ്യത്തെ മെയിൽ ഓപ്പൺ ആക്കിയാണ്. ഏത് സമയത്താണ്, ഏത് ഡിവൈസാണ്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് എൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്. അത് ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മാപ്പ് കാണാൻ സാധിക്കും. ഒരു ഗൂഗിൾ മാപ്പ് വന്നിട്ടുണ്ട്. ഏത് സ്ഥലത്ത് നിന്നാണ് ഇത് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അഡ്രസ്സ് വരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത മെയിൽ ഒന്നുകൂടെ ഓപ്പൺ ആക്കി നോക്കാം. നോക്കാം, ഈ മെയിലിലും അഡ്രസ്സ്, ഏത് സ്ഥലമാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഫെയിൽഡ് അറ്റംപ്റ്റ് നടത്തിയപ്പോൾ 3 പ്രാവശ്യവും എനിക്ക് മെയിൽ വന്നു. അതിനോടൊപ്പം തന്നെ ഫോട്ടോ എടുത്ത് എൻ്റെ മെയിലിൽ അയച്ചു. നമ്മൾ സാധാരണ നേരിടാറുള്ള ഒരു പ്രശ്നമാണ്, നമ്മളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മൾ തിരക്കാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ഫോണിൽ അധികം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട്, അങ്ങനെ എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുന്ന ഫോണുകളൊക്കെ ഒന്ന് എടുത്ത് അതിൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.